മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹലോ ഗായ്സ് പറ. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മണിക്കുട്ടീനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. മണിക്കുട്ടിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ബിസ്റ്റിക്ക് ഇട്ടരും എന്നല്ലേ? അപ്പോൾ നമ്മളിന്ന് മണിക്കുട്ടീനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകണം. എങ്ങനത്തെ മേക്കപ്പാണ് താങ്കൾക്ക് വേണ്ടത്? കല്യാണത്തിന് മുമ്പ് ഇടുന്ന മേക്കപ്പോ? എങ്ങനത്തെ? കണ്ണെഴുതണോ? കണ്ണും ബാലും പിന്നെ പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക്ക് ഇടണം. ഇവിടെ ഇടണോ? ഇവിടെ ഇടണം, ചുണ്ടയിലും ഇടണം. നമ്മുടെ മണിക്കുട്ടിയുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ. വാലിടണം, ചുണ്ടത്തിടണം, ഇവിടെ ഇടണം, പൊട്ട് തരണം അല്ലേ? ഇപ്പം നമ്മൾ മണിക്കുട്ടീനെ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഐലൈനറിൽ നിന്ന് തുടങ്ങാം. പക്ഷെ എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കണ്ണ് ശരിയാവും. എനിക്ക് ഈ കണ്ണ് ശരിയാവും, പക്ഷെ ഈ കണ്ണ് ശരിയാവില്ല. എനിക്ക് അങ്ങനെയാ. നമുക്ക് നോക്കാം. കിടക്കാം, അനക്കല്ലോ. കുറച്ച് ഇറങ്ങിക്കിടന്നേ, ഇറങ്ങിക്കിടന്നേ. കണ്ണടക്ക. ഓ മൈ ഗോഡ്, ഈശ്വരാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കൈ വിറയ്ക്കും. കണ്ണ് വിറപ്പിക്കല്ലോ കേട്ടോ. പതുക്കെ തുറന്നേ ഒന്ന്. അടച്ചോ. ഇങ്ങനെ നമ്മൾ ഇവിടെ വരുത്തണം. അയ്യോ, അതെനിക്കറിയത്തില്ല ഇതെങ്ങനെയാ. എൻ്റെ കൈയൊക്കെ വിറയ്ക്കണം. ചിരിക്കല്ലേ? വിറപ്പിക്കല്ലേ? ഓ മൈ ഗോഡ്, ഇത്രയും ടെൻഷൻ ഞാൻ അടിച്ചിട്ടില്ല. അതോ നിങ്ങൾക്കുണ്ട് ഇങ്ങനെ കൈ വിറയ്ക്കുന്നത്? എനിക്ക് കൈ വിറയ്ക്കുന്ന അസുഖമുണ്ട്. കണ്ണൊന്നും തുറന്നേ പതുക്കെ. അടച്ചോ. അയ്യോ, മണിക്കുട്ടി ആക്കല്ലേ? പതുക്കെ ഒന്ന് തുറന്നേ. അടച്ചോ. ഇനി നമുക്ക് ഇത് കൂടുതൽ ഇവിടെ പണിയുണ്ട. കാരണം പണിതാൽ രണ്ടും രണ്ടായി പോകും. കാരണം അടച്ചോട്ട് തുറക്കല്ലേ, ഉണങ്ങിയിട്ട് തന്നാൽ മതി കേട്ടോ. അപ്പം കണ്ണ് തുറങ്ങട്ടെ, അപ്പത്തേക്കും നമുക്ക് വാലിടാം. ഓ മൈ ഗോഡ്, കൊണ്ടു പോകണമെന്നില്ലല്ലോ. അത് മതി. അപ്പോൾ ഇത് ഏകദേശം കുഴപ്പമില്ലാണ്ട് വന്നു. പക്ഷെ എനിക്ക് ഇവളുടെ ഈ കണ്ണ് എഴുതുമ്പോൾ എനിക്ക് സീനില്ല. ഈ കണ്ണ് എഴുതുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കും. അടുത്ത് നമുക്ക് പൊട്ട് തൊടാം. പൊട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പൊട്ട് മരോ? കൂടുതൽ നേരം പണിയാണ്ടിരിക്കണായിരിക്കും നല്ലത്. അയ്യോ, കൈ വിറക്കുന്നേ. നല്ല രസം കേട്ടോ മണിക്കുട്ടി. അടുത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഐബ്രോ പെൻസിലായിരുന്നു ആദ്യം എഴുതാൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ മറന്നുപോയി. അടുത്ത് നമുക്ക് പിരികം എഴുതാം. ഇത് സത്യം പറഞ്ഞാൽ കാജലാട്ടോ, കളറില്ലാത്ത കാജല. അതുകൊണ്ട് ഞാൻ പിരികം എഴുതാൻ ഉപയോഗിക്കും. എനിക്കല്ല, പിള്ളേർക്കൊക്കെ. കുഴപ്പമില്ല.
ഡ്രസ്സ് ഇങ്ങനെ കട്ട പോലെ വരുന്നുണ്ടോ? ഇതിങ്ങനെ ഇങ്ങനെ ഇതിന് പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ഒരു സുഖ രസമായിട്ട് വരത്തില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കണ്ണെടുത്തോ ആ പറഞ്ഞേ ആ സൂപ്പർ കേട്ടോ. കണ്ണെടുത്തോ. നമ്മളങ്ങനെ പിരിയം എഴുതിയിട്ടുണ്ട്. സമയം ലിപ്സ്റ്റിക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഇഷ്ടപ്പെട്ടോ ലിപ്സ്റ്റിക്ക്? ഗൈസ് നിങ്ങൾ വിചാരിക്കും ഞാൻ കരയുമെന്ന്, പക്ഷെ ഞാൻ കരയല്ല കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തുമ്മും ഞാൻ. ഈ പൊടിയൊക്കെ ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ട്. തല ഇപ്പം എന്ത് ചെയ്യും? കട്ട ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ വീഡിയോ ആയിരുന്നത്. മേക്കപ്പിൻ്റെ ചെറിയൊരു വ്ളോഗ് അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരും. അപ്പോഴത്തേക്കും